ഈ ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. നമ്മൾ ബാങ്കിലൊക്കെ സേവിങ്സും കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാറില്ല. അതുപോലെ തന്നെ UAE റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രോക്കറിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കണം. സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്രോക്കേഴ്സും ഒരു ട്രേഡിംഗ് ഡെമോ അക്കൗണ്ട് കൊടുക്കും. ഡമ്മി മണി എന്ന് പറയും, വെർച്വൽ മണിയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്ന ഈ ടെക്നിക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഗോൾഡ് ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, നമ്മൾ റിയൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ഈ ഡെമോ മണിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്കതിനെ അറിയാൻ പറ്റും പഠിച്ച ടെക്നിക്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കുക ചെയ്തിട്ട്. അപ്പോൾ സ്റ്റെപ്പ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് യു ആർ കോൺഫിഡൻറ്റ് സ്റ്റാർട്ട് ദ ലൈവ് അക്കൗണ്ട്. നമ്മൾ ഡെമോ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, ഇതൊരു ഹോബിയായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല, നമ്മളൊരു ബിസിനസ് തന്നെയാണത്. നമ്മളതിൻ്റെ 100% ഡെഡിക്കേഷൻ നമുക്ക് വേണം. നമ്മളിപ്പോൾ ഒരു സലൂൺ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലോ നമ്മൾ ഹോബി അല്ലല്ലോ, അതൊരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ ട്രേഡിംഗ് ശരിക്കും ഒരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എല്ലാ ദിവസവും അതിനകത്ത് പഠിച്ച് ഫോക്കസ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡിസിപ്ലിനായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല സെക്കൻഡ് ഇൻകം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് തന്നെ നമുക്ക് തരുന്നത്.